ബീഹാർ ജനത ബൂത്തിലെത്താൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുമ്പോൾ ഇന്ത്യ സഖ്യവും അവസാനവട്ട ഒരുക്കത്തിലാണ്. സീറ്റ് വിഭജനത്തിലെ അഭിപ്രായ ഭിന്നതകൾ ഇന്ത്യ സഖ്യത്തിനെ തളർത്തിയെങ്കിലും NDAയിലും സമാന പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് വിജയം ആരും അവകാശപ്പെടുന്നില്ല. കോൺഗ്രസും RJDയുമാണ് ഇന്ത്യ സഖ്യത്തിനെ നയിക്കുന്നത്. ഈ പാർട്ടികൾ തമ്മിലുള്ള ഐക്യത്തിലാണ് പ്രതിപക്ഷത്തിന്റെ വിജയം കൂടിയിരിക്കുന്നത്. പ്രതിപക്ഷ മഹാസഖ്യമായ മഹാഗഠബന്ധൻ സഖ്യം തകരാതെ നോക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത്. അവസാന രക്ഷാപ്രവർത്തനം എന്ന നിലയിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ചൊവ്വാഴ്ച RJD നേതാവ് തേജസ്വി യാദവുമായി സംസാരിച്ചിരുന്നു. കൂടാതെ മുതിർന്ന നേതാവ് അശോക് ഗെലോട്ടിനെയും ബീഹാർ ചുമതലയുള്ള കൃഷ്ണ അല്ലവരുവിനെയും കോൺഗ്രസ് പട്നയിലേക്ക് അയക്കുന്നുണ്ട്. ഐക്യം തകരില്ലെന്നും തിരഞ്ഞെടുപ്പിനെ മഹാഗഠബന്ധൻ സഖ്യം ഒരുമിച്ച് നേരിടുമെന്നുമാണ് നേതാക്കൾ പറയുന്നത്. ബുധനാഴ്ച സംയുക്ത വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. വ്യാഴാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. അതിനു മുൻപ് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനാണ് കോൺഗ്രസും RJDയും ശ്രമിക്കുന്നത്. പല മണ്ഡലങ്ങളിലും സഖ്യത്തിലുള്ളവർ പരസ്പരം മത്സരിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അത്തരം സൗഹൃദ മത്സരങ്ങൾ ഒഴിവാക്കാൻ നിലവിലെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുമെന്ന പ്രതീക്ഷയിലാണ് സഖ്യ നേതാക്കൾ. ചില മണ്ഡലങ്ങളിൽ നിന്ന് RJD അവരുടെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച വരെയുള്ള കണക്ക് നോക്കിയാൽ 12 മണ്ഡലങ്ങളിൽ മഹാഗഠബന്ധൻ സഖ്യത്തിലുള്ളവർ പരസ്പരം മത്സരിക്കാൻ നിൽക്കുന്നുണ്ട്. നവംബർ 6-ന് ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബച്ച്വാര, രാജാപാക്കർ, ബിഹാർ ഷെരീഫ് എന്നീ മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം കഴിഞ്ഞതിനാൽ ഇവിടങ്ങളിൽ സൗഹൃദ മത്സരങ്ങൾ ഉറപ്പായിട്ടുണ്ട്. വൈശാലിയിലെ ലാൽഗഞ്ച് മണ്ഡലത്തിൽ കോൺഗ്രസ് നിർത്തിയിരുന്ന സ്ഥാനാർത്ഥിയെ അവർ പിൻവലിച്ചിട്ടുണ്ട്. സഖ്യത്തിന്റെ നിലനിൽപ്പിനായാണ് കോൺഗ്രസ് ഈ തീരുമാനത്തിൽ എത്തിയത്. അതുപോലെ കതിഹാറിലെ പ്രാൺപൂർ സീറ്റിലും ഒരാൾ മത്സരിച്ചാൽ മതിയെന്ന് RJDയും കോൺഗ്രസുമായി ധാരണയിൽ എത്തിയിട്ടുണ്ട്. RJD തിങ്കളാഴ്ച അവരുടെ 143 അംഗ സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പുറത്തിറക്കിയിരുന്നു. കോൺഗ്രസ് 61 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, ഇടതുപക്ഷ പാർട്ടികൾ, ഇന്ത്യൻ ഇൻക്ലൂസീവ് പാർട്ടി എന്നിവയാണ് മഹാഗഠബന്ധന്റെ മറ്റു സഖ്യകക്ഷികൾ. ബീഹാറിൽ ആകെ 243 സീറ്റുകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തേജസ്വി യാദവിനെയാണ് മഹാസഖ്യത്തിന്റെ ഔദ്യോഗിക മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി RJD അവതരിപ്പിക്കുന്നത്. വോട്ടർ അധികാർ റാലിയിലും തേജസ്വി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി ഇതിനോട് അനുകൂലമായല്ല പ്രതികരിച്ചതെന്നാണ് സഖ്യത്തിനിടയിൽ വിള്ളൽ വീഴാൻ കാരണം. തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയാൽ യാദവ ഇതര വോട്ടുകളുടെ ഏകീകരണത്തിന് കാരണമാകുമെന്നാണ് ബീഹാറിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വാദിക്കുന്നത്. അതേസമയം പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ ഈ നിലപാടിനെ തള്ളുന്നുമുണ്ട്. മഹാസഖ്യത്തിൽ ഏറ്റവും അധികം സീറ്റുകളിൽ മത്സരിക്കുന്നത് RJDയാണ്. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് സഖ്യത്തിൽ വിള്ളൽ വീണതിന് നേതാക്കൾ പ്രധാനമായും കുറ്റപ്പെടുത്തുന്നത് അവരവരുടെ പാർട്ടി നേതൃത്വത്തെയാണ്. നേതൃത്വം അഹങ്കാരം കാണിക്കുന്നു, പിടിവാശി കാണിക്കുന്നു എന്നാണ് അവരുടെ ആരോപണം. ബച്ച്വാര സീറ്റിൽ 6 തവണ MLA ആയിരുന്ന രാംദിയോ റായിയുടെ മകനും യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റുമായ ശിവപ്രകാശ് ഖരീബ് ദാസ് 39,878 വോട്ടുകൾക്ക് സ്വതന്ത്രനായി നിന്ന് വിജയിച്ചിരുന്നു. ഇതാണ് ബച്ച്വാരയിൽ കണ്ണുവയ്ക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്ന ഘടകം. അതേസമയം ബീഹാറിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പല നേതാക്കളും ആഞ്ഞടിക്കുകയാണ്. പണം വാങ്ങി ടിക്കറ്റ് നൽകുകയാണെന്ന പ്രധാന ആരോപണം. തേജസ്വിയെയും ലാലുവിനെയും പോലുള്ള നേതാക്കളുമായി പാർട്ടി ഇടപെടേണ്ടി വരുന്ന ഒരു സംസ്ഥാനത്ത് തെലുങ്കനായ കൃഷ്ണ അല്ലവരുവിന് കോൺഗ്രസ് ചുമതല നൽകുന്നത് വലിയ തിരിച്ചടിയാണെന്നും പറയുന്നുണ്ട്.